ശക്തമായ കാറ്റിലും പേമാരിയിലും തലവടി തകഴി പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണും വീടും എരുത്തിലും പാടശേഖര പുറംബണ്ടിൽ കെട്ടിയിരുന്ന വള്ളവും തകർന്നു. എരുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾക്ക് പരിക്കേറ്റു. നിരവധി വൈദ്യുത പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. തലവടി പഞ്ചായത്ത് 11-ാം വാർഡിൽ വാരിക്കോലിൽ പ്രസന്നകുമാറിന്റെ വീടിന്റെ എരുത്തിലിന്റെ മുകളിലാണ് മഹാഗണി മരം കടപുഴകി വീണത്. മരം വീണ് വീടും എരുത്തിലും ഭാഗികമായി തകർന്നു. എരുത്തിലിൽ കെട്ടിയിരുന്ന ഗർഭിണിയായ പശുവിനും മറ്റൊരു പശുവിനും പരിക്കേറ്റിട്ടുണ്ട്. മരം കടപുഴകി വീഴുമ്പോൾ ഗൃഹനാഥനായ പ്രസന്നകുമാർ, ഭാര്യ പൊന്നമ്മ, മരുമക്കളായ സൗമ്യ, മനീഷ, സ്കൂൾ കുട്ടികളായ പാർത്തൻ, അച്ചു തുടങ്ങിയവർ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ മരം വന്ന് ഇങ്ങോട്ട് വീണിട്ട് എഴുത്തിനകത്ത് 4-5 പശുക്കൾ ഇപ്പോൾ ഉണ്ടായിരുന്നു. 5 പശുവിന്റെ പുറത്തോട്ട് എഴുത്തിന്റെ മൊത്തം അടിച്ചു വീണു. എൻ്റെ പെരയുടെ മേളിലോട്ടും ആ ഷീറ്റിന്റെ പുറത്തോട്ടും എല്ലാം കൂടെ വീണ് താഴെ പോലെ ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടെല്ലാം ഓടി അപ്പുറത്തെ വീട്ടിൽ കൊണ്ടിരിക്കുക. പിള്ളേരെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളുള്ളതല്ല, അവരെല്ലാം കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ ഇട്ടേക്ക് ഞങ്ങൾ ഇരിക്കുന്നത്. അവർക്ക് അതൊന്നും കയറാൻ വയ്യാത്ത സ്ഥിതിയിലിരിക്കുക. എത്ര പേരുണ്ടായിരുന്നു എല്ലാവരും കൂടെ? ഞങ്ങളെല്ലാം 6-7 പേരുണ്ടായിരുന്നു. അങ്ങേ സൈഡ് വരെ പെരയുടെ അങ്ങേയറ്റം വരെ വീണു മരത്തിന്റെ തുമ്പുണ്ട്. തകഴി പഞ്ചായത്ത് 7-ാം വാർഡിൽ നന്ദ്യാട്ടുകരി പാടശേഖരത്തെ കരിയിൽ പുരയിടത്തിൽ നിന്ന തെങ്ങ് കടപുഴകി വീണു. പുറംബണ്ടിൽ കെട്ടിയിട്ടിരുന്ന വള്ളം തകർന്നു. സമീപത്തു നിന്ന 3ഓളം വൈദ്യുത പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. പ്രദേശത്ത് വൈദ്യുത ബന്ധം നിലച്ചു കിടക്കുകയാണ്. എടത്വ തകഴി സംസ്ഥാന പാതയിൽ ചെക്കിടിക്കാട് മിൽമ ജംഗ്ഷന് സമീപത്ത് നിന്ന മരം കടപുഴകി വീണെങ്കിലും ഗതാഗത തടസ്സം സൃഷ്ടിച്ചില്ല. നടപ്പാതയോട് ചേർന്നാണ് മരം കടപുഴകി വീണത്. വൈകിട്ട് 4:30 വീശിയടിച്ച കാറ്റിലാണ് വ്യാപക നാശനഷ്ടം നേരിട്ടത്. നിരവധി വാഴയും കരകൃഷിയും നശിച്ചിട്ടുണ്ട്.